ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇൻറി അപ്പം, ഇൻറി INRI, അത് ലത്തീൻ ഭാഷയിലെ ഒരു വാക്യത്തിൻ്റെ ചുരുക്കരൂപമല്ലേ? അതെങ്ങനെ പൗരസ്ത്യ സഭയായ സീറോ മലബാറിലേക്ക് എത്തി? ഇതൊരു ചോദ്യം പലപ്പോഴും ഉന്നയിക്കുന്നതാണ്. രണ്ട്, ഈ ഇഡലി ആണോ ഇൻഡറി അപ്പം, ഇൻറി അപ്പം, അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? മൂന്ന്, ഈ പെസഹ അപ്പം, കുരിശപ്പം എന്നൊക്കെ ഇതിന് വിളിക്കാറുണ്ട്. ഇൻഡറി അപ്പം, ഇൻറി അപ്പം, കുരിശപ്പം. ഈ കുരിശുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ സീറോ മലബാർ സഭയുടെ അതുപോലെ പൗരസ്ത്യ സഭകളുടെ മാർത്തോമ കുരിശുമായിട്ട് ഇതിൻ്റെ ബന്ധമെന്ത്? ഇങ്ങനെ ഈ കുരിശപ്പം അല്ലെങ്കിൽ പെസഹ അപ്പം അല്ലെങ്കിൽ ഇൻറി അപ്പം നമ്മുടെ നാട്ടിൽ പ്രചരിക്കാനുള്ള കാരണങ്ങൾ എന്ത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഓർക്കേണ്ടത് കോരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 31-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പോൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ദൈവമഹത്വത്തിനായുള്ള ഒരു പ്രവൃത്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുക. ഈ ഒരു മനോഹരമായ തിരുവചനം അനുദിന ജീവിതത്തിലും അതുപോലെ സഭാത്മക ജീവിതത്തിലും വളരെയധികം പ്രാവർത്തികമാക്കിയ ഒരു സഭകളാണ് കത്തോലിക്ക സഭയിലുള്ളത് മുഴുവൻ, പൗരസ്ത്യ സഭകൾ സവിശേഷമായിട്ട്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും, പെസഹായ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും ഈ ദൈവമഹത്വത്തിനായി ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇൻറി അപ്പം ഉടലെടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യത്തിൽ പറയാണ് ഇത് 3 ഭാഷകളിൽ എഴുതപ്പെട്ടിരുന്നു. ഏത്? കുരിശിന് മുകളിലുള്ള ആ വാചകം, വിധിവാചകം. ഏത് കുറ്റത്തിനാണ് ഈ ആള് കൊല്ലപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ടത് എന്ന് എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വെച്ച് യേശുവിൻ്റെ കുരിശിന് മുകളിൽ എഴുതി വെച്ചിരുന്ന പൊന്തിയോസ് പീലാത്തോസ് എഴുതി വെച്ചിരുന്ന ആ വാചകം 3 ഭാഷകളിൽ എഴുതപ്പെട്ടിരുന്നു എന്നാണ്. ഞാൻ ഗ്രീക്കിൽ പറയാം. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഹീബ്രു, ഗ്രീക്ക്, ലത്തീനൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും മനസ്സിലാക്കാതെ വരികയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. ഗ്രീക്ക് ഭാഷയിലാണ് യോഹന്നാൻ എഴുതിയത്. യോഹന്നാൻ 19:20 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഇത് 3 ഭാഷകളിൽ എന്ന് പറഞ്ഞിട്ട് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് എബ്രായിസ്തി ഹീബ്രു ഭാഷയിൽ, റോമൻ ഭാഷയിൽ, റോമൻ ഭാഷ ലത്തീനായിരുന്നു. പിന്നെ ഹെലനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക്. അപ്പോൾ എബ്രായിസ്തി, റോമായിസ്തി, എലനിസ്തി, ഹീബ്രു, പിന്നെ റോമ ഭാഷ എന്ന് വെച്ചാൽ ലത്തീൻ, പിന്നെ ഹെലനിസ്റ്റിക് ഭാഷ ഗ്രീക്ക്. അപ്പോൾ ഗ്രീക്കിലും ഹീബ്രുവിലും ലത്തീനിലും ഉണ്ടായിരുന്നു. ഗ്രീക്കിൽ ഈ വചനം എന്തായിരുന്നു? ഈ കുരിശിന് മുകളിലെ വചനം. അത് യോഹന്നാൻ 19:19 കിടപ്പുണ്ട്. ഞാൻ ഗ്രീക്ക് തന്നെ ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. യേസുസ് ഹോ നസറായിയോസ് ഹോ ബസിലേവുസ് ടോൺ ഹുഡായിയോൺ. യേസുസ് ഹോ നസറായിയോസ് ഹോ ബസിലേവുസ് ടോൺ യുദായിയോൺ. ഇതാണ് ഗ്രീക്കിൽ കിടക്കുന്നത്. ലത്തീനിൽ കിടക്കുന്നത് യേസുസ് നസറേനുസ് റെക്സ് യുദയോരും. യേസുസ് നസറേനുസ് റെക്സ് യുദയോരും. അതിൻ്റെ ഷോർട്ട് ഫോമാണ്, ചുരുക്കരൂപമാണ് INRI. യേസുസ് നസറേനുസ് റെക്സ് യുദയോരും, INRI. ഇതിൻ്റെ ഹീബ്രു ഞാൻ മുമ്പൊരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി കേൾക്കാം. ഹീബ്രു എങ്ങനെയാണ്? യേശുവ ഹനസറി മെലക്
ഹ യഹൂദിം. യേശുവ ഹ നസറി മെലേക്ക് കിങ്. ഹ യഹൂദി യഹൂദന്മാരുടെ. ഹ നസറി വെച്ചാൽ നസ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നസ്രായനായ. യേശുവ യേശു. ഈ ചില പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ ആവണമെന്നില്ല. കാരണം ഹീബ്രു ശൈലി അനുസരിച്ച് ഈ വാവ് എന്ന അക്ഷരം ചേർത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക: യേശുവ ഹ നസറി വുമ്മലേക്ക്. വുമ്മലേക്ക് ഹ യഹൂദിം. യേശുവ ഹ നസറി വുമ്മലേക്ക്. വുമ്മലേക്ക് ഹ യഹൂദിം. നമുക്ക് ആ ആയത്തക്ഷരം ഒന്നുകൂടി ഹീബ്രുവിൽ നോക്കുക. യേശുവ. യേശുവ വൈ വരും. ആയത്തക്ഷരം യേശുവ വൈ. ഹ നസറി ഹ ഹ എച്ച്. വുമ്മലേക്ക് ഡബ്ല്യു. വുമ്മലേക്ക് ഡബ്ല്യു. ഹ യഹൂദിം. അപ്പോൾ വൈ എച്ച് ഡബ്ല്യു എച്ച്. വായിച്ചു നോക്കിയാൽ വൈ എച്ച് ഡബ്ല്യു എച്ച്. യാഹ്വേ. യാഹ്വേ. അപ്പോൾ ഹീബ്രുവിൽ അതിൻ്റെ ഷോർട്ട് ഫോം ആണെങ്കിൽ യാഹ്വേ എന്ന് വരും. ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം യഹൂദന്മാർ പെട്ടെന്നത് അവർ ശ്രദ്ധിച്ച് കാണും. ഇങ്ങനെ എഴുതി വെക്കരുത്, യാഹ്വേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് എഴുതി വെക്കരുത് എന്ന് പീലാത്തോസിന് ചെന്ന് പറയുകയും, എന്നാൽ പീലാത്തോസ് പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതി, അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ദൈവികതമായിട്ട് മാറുന്നു. അപ്പം ഹീബ്രുവിലും ഇത് എഴുതപ്പെട്ടിരുന്നു. ഹീബ്രുവിൻ്റെ ഷോർട്ട് ഫോം ആണെങ്കിൽ യാഹ്വേ എന്നാണ്. ലത്തീനിൻ്റെ ഷോർട്ട് ഫോം ഇൻറി, INRI. യേസുസ് നസറേനുസ് റെക്സ് യുദയോരും. ഇത് ഈ നമ്മൾ ഇൻട്രിയപ്പം എന്ന് പറയുമ്പോൾ ലത്തീനിൻ്റെ ചുരുക്കരൂപമാണ് ഉപയോഗിക്കുന്നത്. ഇൻട്രി, INRI കൂട്ടി വായിക്കുമ്പോൾ ഇൻട്രി. അത് പറഞ്ഞ് ഇൻഡറിയപ്പം എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ലത്തീൻ ഹീബ്രുവിലുണ്ട്, അത് അരാമിയ ഭാഷയിലാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അവിടെ സംസാര ഭാഷ അരാമിയാലാണ് എഴുതി വെച്ച്. ഈ ഹെബ്രായിസ്തി എന്ന് പറഞ്ഞാൽ അരാമിയ ഭാഷ. അതിൻ്റെ മറ്റൊരു ഭാഷാഭേദമായ സുറിയാനി, അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അരാമിയ ഭാഷയിലാണ് എന്നും പറയാം. എബ്രായിസ്തി എന്ന് പറഞ്ഞാൽ ഹീബ്രു ആണോ അരാമയ്യ ആണോ എന്ന് തർക്കമുണ്ട്. ചിലർ പറഞ്ഞു അറാമിയാണ്. അറാമിയാണെങ്കിൽ അത് സുറിയാനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഹീബ്രുവിലോ അല്ലെങ്കിൽ അരാമിയയിലോ സുറിയാനിലോ ഉണ്ട്, ഗ്രീക്കിലുണ്ട്. പക്ഷെ ലത്തീൻ്റെയാണ് ഈ ഇൻട്രിയപ്പമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ അപ്പത്തിന് പേര് വന്നത് INRI ലത്തീനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ലത്തീൻ പാരമ്പര്യം സീറോ മലബാർ സഭ പോലെയുള്ള ഒരു പൗരത്വ സഭയിലേക്ക് വന്നത്? ഇതേക്കുറിച്ച് ഡോക്ടർ ജോർജ് കുരുക്കൂര് എഴുതിയിരിക്കുന്ന ക്രൈസ്തവ ശബ്ദകോശം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. അപ്പം അദ്ദേഹം ഈ ഇൻഡറിയപ്പം അല്ലെങ്കിൽ ഇൻട്രിയപ്പം അതേക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. ഞാനത് ആദ്യം വായിക്കാം. പെസഹ ദിവസം കേരള ക്രൈസ്തവർ പെസഹ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇൻഡറിയപ്പവും പെസഹ പാലും, തേങ്ങാപ്പാൽ ആണ് അതിന് ഉപയോഗിക്കുന്നത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ കൽത്തപ്പവും ഉപയോഗിക്കും. അരിയും ഉഴുന്നും ചേർത്ത് വട്ടയപ്പം പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുക്കുന്ന അപ്പമാണ് ഇൻഡറിയപ്പം. ഓശാന ഞായറാഴ്ച പള്ളിയിൽ വിതരണം ചെയ്ത് കിട്ടുന്ന വെഞ്ചരിച്ച കുരുത്തോല കൊണ്ട് കുരിശുണ്ടാക്കി പതിച്ചു വെച്ചാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇതിന് കുരിശപ്പം എന്നും പേരുണ്ടായത്. പെസഹ ദിവസം കഴിക്കുന്നതുകൊണ്ട് പെസഹ അപ്പം എന്നും ഇതിന് പേരുണ്ടായി. ഇൻഡറിയപ്പം എന്ന പേരുണ്ടായത് പണ്ട് INRI എന്ന 4 അക്ഷരങ്ങളുടെ ആകൃതിയിൽ കുരുത്തോല കഷ്ണങ്ങൾ വെച്ച് അപ്പം നിർമ്മിച്ചിരുന്നത് കൊണ്ടാണെന്നതിൽ സംശയമില്ല. അതായത് INRI എന്നുള്ള 4 അക്ഷരങ്ങളുടെ ആകൃതിയിൽ കുരുത്തോല കഷ്ണങ്ങൾ, ഈ ഓശാന ഞായറാഴ്ച വെഞ്ചരിച്ച് കിട്ടുന്ന കുരുത്തോല കഷ്ണങ്ങൾ
കൊണ്ടാണ് അതുകൊണ്ട് ഈ INRI എന്ന അക്ഷരങ്ങളുടെ ആകൃതിയിൽ കുരിശ് കുരുത്തോല കഷ്ണങ്ങൾ വെച്ച് നിർമ്മിച്ചിരുന്നു കൊണ്ടാണ് INRI ഇൻട്രി അപ്പം എന്ന പേരുണ്ടായത്. INRI എന്ന 4 അക്ഷരങ്ങളുടെ ആകൃതിയിൽ കുരുത്തോല വയ്ക്കുക. അപ്പോൾ കുരിശിന്റെ മുകളിലുള്ള വിധിവാചകം കുരുത്തോല കൊണ്ട് അപ്പത്തിന്മേൽ ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വചനം ഒന്ന് ആവർത്തിക്കുക. നിങ്ങൾ തിന്നുകയാകട്ടെ, കുടിക്കുകയാകട്ടെ, എന്ത് ചെയ്യുകയാകട്ടെ, എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പോൾ പെസഹ അപ്പത്തെ ദൈവമഹത്വത്തിനായി രൂപാന്തരപ്പെടുത്തുകയാണ്. തങ്ങൾ ഭക്ഷിക്കാൻ പോകുന്ന, കുടിക്കാൻ പോകുന്ന പെസഹ പാലും പെസഹ അപ്പവും ഒക്കെ അത് ദൈവമഹത്വത്തിനായി ദൈവചിന്തയോട് കൂടി ചെയ്യുകയാണ്. ഏഷ്യയിലെ മാർത്തോമാ സഭകൾ എന്ന പുസ്തകത്തിനകത്ത് ഡോക്ടർ തോമസ് നങ്ങച്ചുവീട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നസ്രാണി സ്ത്രീകളുടെ വേഷവിധാനവും അവർ കാലിൽ ധരിക്കുന്ന തളയും പെസഹായ്ക്കുള്ള ഇണ്ടറിയും യഹൂദരുടേതാണ്. അതായത് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും. അപ്പോൾ തോമസ് ലീഹ യഹൂദനാണ്. അപ്പോൾ തോമസ് ലീഹയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് യഹൂദന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പൗരസ്ത്യ സഭകൾ സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചതാണ് ഈ ഇണ്ടറി എന്ന് നങ്ങച്ചുവീട്ടിൽ ഡോക്ടർ തോമസ് നങ്ങച്ചുവീട്ടിലെ ഏഷ്യയിലെ മാർത്തോമാ സഭകൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. പെസഹ ആചരണം യഹൂദരുടെ ആയിരുന്നു. ആദിമകാലം മുതൽ കേരള ക്രൈസ്തവർ അത് നടത്തി വരുന്നു. ആ യഹൂദരുടെ പെസഹയല്ല വാസ്തവത്തിൽ യേശു കഴിച്ചത്. യേശുവിൻ്റെതായ പെസഹയാണ്. അപ്പോൾ അതേസമയം യഹൂദ പെസഹായുമായി ബന്ധപ്പെട്ടതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് രണ്ട് വാക്കുകൾ ചേർത്ത് ഒരു വാക്ക് പറയുന്നുണ്ട്. പീഡാനുഭവത്തിന് മുൻപ് ഈ പെസഹ നിങ്ങളോടൊത്ത് കഴിക്കാൻ ഞാൻ അതിതീവ്രമായി അഭിലഷിച്ചു. അവിടെ 2 വാക്കുകളുണ്ട്. പീഡാനുഭവത്തിന് മുമ്പ്, അതിന് പാസ്കോ എന്നാണ് ഗ്രീക്ക്. പാസ്കോ, പീഡാനുഭവം, കഷ്ടം സഹിക്കുക, ക്ലേശം സഹിക്കുക, അരിഷ്ടത സഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പാസ്കോ ഗ്രീക്കാണത്. പീഡാനുഭവത്തിന് മുമ്പ് ഈ പെസഹ എന്ന് പറഞ്ഞാൽ ഹീബ്രു ആണ്. അതിൻ്റെ ഗ്രീക്ക് പാസ്ക എന്നാണ്. കഷ്ടാനുഭവം എന്ന് പറഞ്ഞാൽ പാസ്കോ ആണ്. അതും പാസ്കയുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പാസ്ക എന്ന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് ഹീബ്രു ഭാഷയിലെ പെസാഹ് എന്നുള്ള വാക്കിനെയാണ്. അതായത് യേശുവിൻ്റെ പീഡാനുഭവമാണ് പുതിയ പെസഹ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പീഡ അനുഭവിക്കുന്ന കർത്താവ്, കൊല്ലപ്പെടുന്ന കർത്താവ്, യേശുവിൻ്റെ പെസഹ കുഞ്ഞാട്. ഈ പെസഹ എന്ന വാക്കിന്, പാസ്ക എന്ന വാക്കിന് പെസഹ തിരുനാളെന്നും പെസഹ എന്നും പെസഹ കുഞ്ഞാടെന്നും അർത്ഥമുണ്ട്. അപ്പോൾ യേശു പീഡാനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി മുറിക്കപ്പെടുകയാണ്. അതിലൂടെ യഹൂദരുടെ പെസഹായെ മാറ്റുകയും പുതിയ പെസഹ സ്ഥാപിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ യഹൂദരുടെ പെസഹായുമായി ബന്ധപ്പെട്ട് എന്നാൽ തീർത്തും പുതിയൊരു പെസഹയാണ് യേശു സ്ഥാപിക്കുന്നത് അന്ത്യത്താഴത്തിൽ. അതിനാൽ തന്നെ യഹൂദ പെസഹായുടെ തനി പകർപ്പ് നമ്മൾ എടുക്കുകയല്ല ചെയ്യുന്നത്, യേശുവിൻ്റെ പെസഹായുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ പെസഹ ഭക്ഷണത്തിന് കുരിശാകൃതി കൊണ്ടുവരുന്നതും കുരിശിന് മുകളിലുള്ള വിധിവാചകം INRI എന്നുള്ള വിധിവാചകം നമ്മൾ ഉപയോഗിക്കുന്നതും. അതായത് യഹൂദർ പെസഹയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും യഹൂദരുടെ പെസഹയല്ല ക്രിസ്ത്യാനികൾ ഭക്ഷിക്കുന്നതെന്നും അത് ക്രിസ്തുവിൻ്റെ തനതായ അതുല്യമായ പഴയ പെസഹയായിട്ട് ബന്ധപ്പെടുത്തിയാണെങ്കിലും യേശു തനതായി സ്ഥാപിച്ച പെസഹയാണ്, ആ പെസഹയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഭക്ഷിക്കുന്നതെന്നും വ്യക്തമാക്കുക കൂടിയാണ് ഈ INRI എന്ന് പെസഹ അപ്പത്തിൻ്റെ മുകളിൽ എഴുതുമ്പോൾ. INRI എന്ന 4 അക്ഷരങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശൻ മുകളിൽ പതിപ്പിച്ച വിധിവാചകത്തിൻ്റെ ചുരുക്കെഴുത്താണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അരാമിയ, സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ എന്നീ 3 ഭാഷകളിൽ ആ വിധിവാചകം എഴുതിയിരുന്നു. ഈ കുരുക്കുറച്ചൻ്റെ അഭിപ്രായത്തിൽ അരാമിയ ഭാഷയിൽ അല്ലെങ്കിൽ സുറിയാനി ഭാഷയിലാണ് ഈ എബ്രായിസ് എന്ന് പറയുന്നത്. ഹീബ്രു ഭാഷയല്ല, അരാമിയ ഭാഷയിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സുവിശേഷത്തിൽ എബ്രായ ഭാഷയിൽ എന്ന് പറയുന്നത് യഹൂദരുടെ മാതൃഭാഷയായി തീർന്ന അരാമിയ അഥവാ സുറിയാനി ഭാഷയാണ്. അതാണ് കുരുക്കുറച്ചൻ്റെ അഭിപ്രായം. യൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നർത്ഥം ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഈ യേസുസ് നസ്രയേനുസ് റെക്സ് യുദയോരും, യേശു, നസ്രയേനോസ് നസ്രായക്കാരൻ അല്ലെങ്കിൽ നസ്രത്തിൽ നിന്നുള്ളവൻ, 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. റെക്സ് കിങ്, യുദയോരും യഹൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നാണ് ഇതിൻ്റെ അർത്ഥം.
അതിന്റെ ലത്തീൻ വാചകത്തിലെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളാണ് INRI, യേസുസ് നസ്രേനുസ് റെക്സ് യുദയോരും എന്നാണ് ലത്തീനിൽ. ലത്തീൻ വാചകം ഇവിടെ ഇനി ചോദ്യം ഇതായിരുന്നു, നമ്മൾ നേരത്തെ തുടക്കത്തിലിട്ട ചോദ്യം എന്താണ്? ഈ ലത്തീൻ, അതായത് ഹീബ്രുവോ സുറിയാനിയോ അരാമിയോ എടുക്കാതെ അല്ലെങ്കിൽ ഗ്രീക്ക് എടുക്കാതെ ലത്തീൻ എടുക്കേണ്ടായ കാരണം എന്ത്? അപ്പോൾ ഇത് ലത്തീൻ ഭാഷയിൽ സ്വീകരിക്കേണ്ട കാരണം എന്ത്? ലത്തീൻ വാചകം ഇവിടെ കേരളത്തിൽ പ്രചരിക്കാൻ സർവ്വസാധ്യതയും ഉണ്ടായിരുന്നു. BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെ ധാരാളം റോമാക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെ ധാരാളം ലത്തീൻ സംസാരിച്ചിരുന്ന റോമാക്കാർ കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ കോളനികളും ക്ഷേത്രങ്ങളും വ്യാപാരശാലകളും കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. പടിഞ്ഞാറൻ റോമ സാമ്രാജ്യത്തിന്റെ അസ്തമയത്തിന് ശേഷവും, അത് AD 475, ക്രിസ്തുവർഷം 475, ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്നവർ ഈ നാട്ടിലുണ്ടായിരുന്നു. 8-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യന്മാരായിരുന്നു കുരുമുളക്, ചുക്ക്, കറുവപ്പട്ട മുതലായ സുഗന്ധദ്രവ്യങ്ങളുടെ പ്രധാന അന്താരാഷ്ട്ര വ്യാപാരികൾ. അവർ വഴി അനേകം ലത്തീൻ പദങ്ങൾ ഇവിടെ പ്രചരിച്ചിട്ടുണ്ട്. കൂടാതെ പാലസ്തീനായിലെ ഭരണഭാഷ ലത്തീൻ ആയിരുന്നതിനാൽ ലത്തീനിലുള്ള വിധിവാചകത്തിന് പ്രാധാന്യവും പ്രചാരവും കിട്ടുകയും ചെയ്തു. കണ്ടോ, BC 3-ാം നൂറ്റാണ്ട് മുതൽ റോമാക്കാര് കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ വ്യാപാരശാലകൾ കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ പാലസ്തീനായാലും ഭരണഭാഷ ലത്തീനായിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ കത്തോലിക്ക സഭയുടെയും ഭരണഭാഷ ലത്തീനാണ്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ലത്തീൻ ഭാഷയ്ക്ക് ഒരു പ്രാമുഖ്യം കിട്ടി. പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ട്, INRI, ഇൻട്രി. ഈ യാഹ്വേ എന്നുള്ള കാര്യം പിന്നീടാണ് അതിന്റെ വ്യാഖ്യാനമൊക്കെ പിന്നീടാണ് വന്നത്. തുടക്കത്തിൽ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ യാഹ്വയാണ് ഹീബ്രുവിന്റെ ചുരുക്കരൂപം എന്നുള്ളത്. ലത്തീന്റെ ചുരുക്കരൂപം പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ അതും ഒരു കാരണമാകാം. ഇനി ഈ കുരിശുമായിട്ട്, അതായത് സുറിയാനി സഭകളുടെ കുരിശിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ കുരിശുമായിട്ടുള്ള ബന്ധം, അതും അദ്ദേഹം പറയുന്നത്, കുരുക്കുറച്ചൻ പറയുന്നത് ഞാനൊന്ന് വായിക്കുകയാണ്. ക്രിസ്തുവിന്റെ കുരിശിൽ പതിച്ച വിധിവാചകത്തിന് കേരളീയ ക്രൈസ്തവർ അങ്ങേയറ്റം പ്രാധാന്യം നൽകിയിരുന്നു. യൂതന്മാരുടെ രാജാവായ നസ്രാകാരൻ ഈശോ എന്ന് പറഞ്ഞ് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയാണ് സുറിയാനിക്കാരുടെ പതിവ്. ഇന്നും അങ്ങനെ തന്നെയാണ്. യൂതന്മാരുടെ രാജാവായ നസ്രാകാരൻ ഈശോ, അതായത് കുരിശിന് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം നെറ്റിയിൽ വരച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങണേ. ഇന്നും അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സകല കുരിശുകളും വിധിവാചകമുള്ള INRI എന്ന് എഴുതിയിട്ടുള്ള കുരിശുകളായിരുന്നു. വിധിവാചകം ലത്തീനിൽ ചുരുക്കി എഴുതിയ പലക കൂടി കുരിശിന് മുകളിൽ ഉണ്ടാകും. അങ്ങനെ കുരിശിന് കുറുകെ 2 ദണ്ടുകൾ കാണാം. മാർത്തോമ കുരിശുകൾ എന്നും മലങ്കര കുരിശുകൾ എന്നുമാണ് അവയെ വിളിക്കുന്നത്. ഇപ്പോഴും അത്തരം പഴയ കുരിശുകൾ കാണാനുണ്ട്. ഉദാഹരണം, വെണ്ടുരുത്തിപ്പള്ളിയുടെ മുമ്പിലുള്ള മരക്കുരിശ്. കേരളത്തിൽ പേർഷ്യൻ അഥവാ പാല്ലവി കുരിശുകൾ ഉണ്ടായിരുന്നു. അവ കൽപ്പാളികളിൽ കൊത്തിയവയും പാല്ലവി ലിഖിതമുള്ളവയുമാണ്. ആ ലിഖിതത്തിന്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോർച്ചുഗീസ് മിഷണറിമാർ വന്നപ്പോൾ 1500-കൾ അവർ തൂങ്ങപ്പെട്ട രൂപങ്ങൾ ക്രൂസിഫിക്സ് കൊണ്ടുവരികയും മലങ്കര കുരിശുകളും പാല്ലവി കുരിശുകളും പരിത്യജിക്കുകയും ചെയ്തു. അവരുടെ വരവിന് മുമ്പ് ഏഷ്യയിലെ ക്രിസ്ത്യാനികൾ രൂപങ്ങളോ തൂങ്ങപ്പെട്ട രൂപങ്ങളോ ഉപയോഗിച്ചിരുന്നില്ല. 1500-ന് മുൻപ്, പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് മുമ്പ് സുറിയാനി സഭയിലുള്ള പൗരസ്ത്യ സഭകൾ ആരും തന്നെ കേരളത്തിലുള്ളവർ, ഭാരതത്തിലുള്ളവർ ഈ രൂപങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഐക്കണുകൾ ഉപയോഗിച്ചിരുന്ന രൂപങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. തൂങ്ങപ്പെട്ട രൂപങ്ങളും ഉപയോഗിച്ചിരുന്നില്ല. ഈ പറഞ്ഞ മാർത്തോമ കുരിശ് പോലെയുള്ള കുരിശ്, അതുപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മലങ്കര കുരിശ് എന്ന് പറയുന്ന 2 ദണ്ണ്, അതായത് INRI എഴുതിയിരിക്കുന്ന ഒരു ദണ്ണ് മുകളിൽ, പിന്നെ കുരിശിന്റെ കർത്താവിന്റെ കൈകൾ തുളച്ച് കെട്ടിയ ആ ദണ്ണ്, അങ്ങനെ 2 ദണ്ണുകളുള്ള കുരിശുകൾ അതാണ് ഉപയോഗിച്ചിരുന്നത്. കൂനൻ കുരിശ് സത്യത്തിന് ശേഷം പോർച്ചുഗീസ് ഭരണാധികാരികളെ അംഗീകരിക്കാതിരിക്കുകയും അന്ത്യോക്യയുമായി ബന്ധപ്പെട്ട് യാക്കോബായ സമ്പ്രദായം സ്വീകരിക്കുകയും ചെയ്ത ക്രൈസ്തവ വിഭാഗം ഇന്നും മലങ്കര കുരിശുകളാണ്, അതായത് തൂങ്ങപ്പെട്ട രൂപങ്ങളുള്ള കുരിശുകളല്ല ഉപയോഗിക്കുന്നത്. ചില പാല്ലവി കുരിശുകൾ അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കോട്ടയം, കടമറ്റം എന്നിവിടങ്ങളിലെ കുരിശുകൾ.
കുരിശിലെ വിധിവാചകത്തോടുള്ള അടുപ്പം INRA എന്ന അക്ഷരങ്ങൾ പതിപ്പിച്ച് പെസഹാപ്പം പുഴുങ്ങിയെടുത്തുമെന്ന പാരമ്പര്യത്തിന് പിൻബലം നൽകുന്നു. പെസഹാപ്പം കുർബാനയപ്പം പോലെയാണ് വാസ്തവത്തിൽ. യേശുവായിട്ട് മാറുന്നില്ലെങ്കിലും അതിനൊരു പരിശുദ്ധി വൈദികരുണ്ടെങ്കിൽ കുർബാന പറ്റൂ. ഇത് സ്വാഭാവിക പൗരോഹിതന്മാരായിട്ടാണ്, ഇത് ഔദ്യോഗിക പൗരോഹിതന്മാരാണ് പള്ളിയിലുള്ളത്, പള്ളിയിൽ അച്ഛൻ എന്ന് പറയുന്നത്. ഈ കുടുംബനാഥൻ ഒരു സ്വാഭാവിക പുരോഹിതൻ എന്നാണ് സങ്കല്പം. പഠനത്തില്ലേ, നിങ്ങളെല്ലാവരും പുരോഹിത ജനമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, രാജകീയ പൗരത്വം സ്വീകരിച്ചവര്. അതിൽ തന്നെ കുടുംബനാഥന് പ്രാധാന്യമുണ്ട്. അപ്പൊ കുടുംബനാഥന്റെ നേതൃത്വത്തിൽ ഒരു കുർബാനയപ്പം കഴിക്കുന്ന അതേ പൂജിതയോടെയാണ് ഇൻട്രിയപ്പം പെസക ദിവസത്തിൽ നമ്മൾ കഴിച്ചിരുന്നത്. INRA എന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇൻട്രി എന്ന് വായിക്കുന്നു, അത് ഇൻഡറി ആയിട്ടും തീരുന്നു. ഇനി നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം. ഈ ഇൻഡറിയും ഇഡലിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതിന് കുരുക്കുറച്ച് നൽകുന്ന വ്യാഖ്യാനം നോക്കുക. ഇൻട്രി എന്ന വാക്കിനോട് സാമ്യമുള്ള ഇൻഡറി എന്നൊരു വാക്ക് സംസ്കൃതത്തിലുണ്ട്. അതിന് ഇൻഡലി എന്ന മറ്റൊരു രൂപവുമുണ്ട്. ഒരുതരം കേക്ക് എന്നാണ് മോണിയർ വില്യംസിന്റെ നിഘണ്ടുവിൽ അതിന്റെ അർത്ഥം കാണുന്നത്. തമിഴിലെ ഇറ്റലി, മലയാളി പറഞ്ഞ ഇഡലി എന്ന വാക്ക് ഇതിൽ നിന്നുണ്ടായതാണ്. ഇറ്റലിയും ആവിയിൽ വേവിച്ചെടുക്കുന്ന അപ്പമാണ്. പഴയ തമിഴ് നിഘണ്ടുവിലോ പഴയ മലയാള നിഘണ്ടുക്കളിലോ ഇൻഡലി എന്ന വാക്ക് കൊടുത്തിട്ടില്ല. ഇറ്റലി എന്ന വാക്ക് ഗുണ്ടർട്ടിന്റെ നിഘണ്ടുവിലുണ്ട്. ഇൻട്രിയപ്പം എന്ന പദം കേരള ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പദമാണ്. തമിഴിലെ ഇറ്റലി അല്ലെങ്കിൽ ഇഡലി എന്ന വാക്ക് പെസഹ അപ്പത്തിന് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുന്നുമില്ല. വിദ്യാഭ്യാസമില്ലാത്തവരും ഇൻഡറിയപ്പം എന്നേ പറയൂ, ഇഡലിയപ്പം എന്ന് പറയില്ല. അപ്പോൾ ഇറ്റലിയും ക്രിസ്ത്യാനിലെ പെസഹ അപ്പമായ ഇൻഡ്രിയും തികച്ചും വ്യത്യസ്തങ്ങളാണ്. സംസ്കൃതത്തിലെ ഇൻഡലി എന്ന പേര് തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമെല്ലാം ഇറ്റലിയും ഇഡലിയുമായി, പക്ഷെ ഇൻഡറിയുമായില്ല. പക്ഷേ ആ വാക്ക് ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് പെസഹ അപ്പത്തിന് പറയുന്നില്ല? പെസഹ അപ്പത്തിന് ഇഡലി എന്നോ ഇറ്റലി എന്നൊന്നും പറയില്ല, ഇൻഡരി എന്നും പറയില്ല. ഇൻട്രി എന്നും ഇൻഡറി എന്നും പറയും. ഇറ്റലി പോലെ പുഴുങ്ങിയ അപ്പമാണല്ലോ പെസഹ അപ്പവും. എന്നിട്ടും ക്രിസ്ത്യാനികളല്ലാതെ മറ്റാരും ഇൻട്രിയപ്പമെന്നോ ഇൻഡരിയപ്പമെന്നോ ഒരപ്പത്തിന് പേര് പറയുന്നില്ല. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വായിക്കാം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മുഴുവൻ മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംസ്കൃതത്തിലെ വാക്ക് എന്താണ്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ചെറുതായിട്ട് കൊടുക്കാം. ക്രിസ്ത്യാനികൾ മാത്രം ഇൻഡരി എന്ന സംസ്കൃത പേര് പരമ്പരാഗതമായി പ്രയോഗിച്ചുവെന്നും കേരളത്തിലെ ബ്രാഹ്മണരും നായന്മാരും മറ്റുള്ളവരും അത് ഉപയോഗിക്കാതെ അതിന്റെ തമിഴ് രൂപം ഇറ്റലി ഉപയോഗിച്ചുവെന്നും ചിലർ വ്യാഖ്യാനിക്കുന്നത് വിശ്വസിക്കാനേ പറ്റില്ല. ക്രിസ്ത്യാനികൾ ഇൻഡറിയപ്പം എന്നും തമിഴിൽ ഇറ്റലിയെ ഇഡലി എന്നും വിളിച്ചു. രണ്ടും ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അപ്പമാണെങ്കിലും രണ്ടും വ്യത്യസ്തങ്ങളാണ്. ഇൻട്രിയപ്പം തികച്ചും മതപരവും ദിവ്യവുമാണ്, പൂജ്യവുമാണ്. ഇഡലി അല്ലെങ്കിൽ ഇറ്റലി ആകട്ടെ സാധാരണ ഭക്ഷണമാണ്. ചുരുക്കത്തില് ഈ ഇൻട്രി എന്ന് പറയുന്ന കുരിശിന് മുകളിലുള്ള യേശുവിൻ്റെ വിധിവാചകം, നസറായക്കാരൻ, ഈശോ, യഹൂദന്മാരുടെ രാജാവ്, ആ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചവൻ എവിടെയെന്ന് ജ്ഞാനികൾ ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ആര്? എവിടെ? യഹൂദന്മാരുടെ രാജാവ് ജനിച്ചവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവ് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ആ ചോദ്യം 2 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ വാക്ക് വരുന്നത് 27-ാമത്തെ അധ്യായത്തിലാണ്, കുരിശിലാണ്. അപ്പോൾ ജ്ഞാനികൾ മഹാനായ ഹെറോദസിനെ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? അതിന് സുവിശേഷത്തിലെ മത്തായി ദൈവശാസ്ത്രപരമായി കൊടുക്കുന്ന ഉത്തരം എന്താണ്? അവൻ ഇവിടെയുണ്ട്. എവിടെ? കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. INRI ഇൻട്രി. അവൻ യാഹ്വ തന്നെയാണ്. യാഹ്വയാണ് കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ലോകത്തെ ഭരിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായ നസ്രാക്കാരൻ ഈശോ, അവൻ യാഹ്വയാണ്. അതുകൊണ്ട് തന്നെ കുരിശാണ് അവന്റെ സിംഹാസനം. ആ കുരിശ് അതിൻ്റെ സിംഹാസനമാകുന്നത് എങ്ങനെയാണ്? അവൻ അതിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ വലത്ത് വശത്തിരുന്നു. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പറയുന്നത്
വാസ്തവത്തിൽ ഒരു ദാവീദിന്റെ കസേരയല്ല, മറിച്ച് പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. കാരണം എന്താ? അവൻ ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, ദാവീദിന്റെ കർത്താവുമാണ്. അല്ലേ? അവൻ ആരുടെ മകനാണ്? ദാവീദിന്റെ എന്ന് അവർ മറുപടി പറഞ്ഞു. യേശു ചോദിച്ചു, അതെങ്ങനെ? ദാവീദ് തന്നെ പരിശുദ്ധാത്മ പ്രചോദിതനായി അവനെ കർത്താവെന്ന് വിളിക്കുന്നെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? അപ്പോൾ ജഡപ്രകാരം യേശു ദാവീദിന്റെ പുത്രൻ തന്നെ. കാരണം ദാവീദ് വംശത്തിൽപ്പെട്ട ജോസഫ് നിയമത്തിന് മുമ്പിൽ യേശുവിനെ ദത്തെടുത്തത് കൊണ്ട് നിയമപ്രകാരം ദാവീദിന്റെ പുത്രൻ തന്നെ. പക്ഷേ ആളത്തത്വത്തിൽ, ദൈവിക ആളത്തത്വത്തിൽ അവൻ ദാവീദിന്റെ കർത്താവാണ്. അതിനാൽ ദാവീദിന്റെ സിംഹാസനം അവൻ കൊടുക്കെന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കർത്താവ് എന്ന നിലയിലുള്ള സിംഹാസനമാണ്. അത് പിതാവായ ദൈവത്തിന്റെ വലത്തുവശത്താണ്. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ വലത്തുവശത്തിരുന്ന് ലോകത്തെ ഭരിക്കുന്നവൻ ഇതാ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു, യഹൂദന്മാരുടെ രാജാവായിട്ട്. ഈ ഒരു ചിന്ത മുഴുവൻ തങ്ങൾ കഴിക്കുന്ന പെസഹക്കാലത്ത് തങ്ങൾ കഴിക്കുന്ന അപ്പത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ തിന്നുകയാകട്ടെ, കുടിക്കുകയാകട്ടെ, എന്ത് ചെയ്യുകയാകട്ടെ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക എന്ന പൗലോസ്ലയുടെ ആഹ്വാനം അക്ഷരശ നിറവേറ്റുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് സംഭവിച്ച ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത്, പലരും ആചാരങ്ങൾ വേണ്ടെന്ന് വെച്ചു. കുടുംബത്തിൽ ആചാരങ്ങൾ, അതുപോലെ എല്ലാം ആചാരങ്ങളിലൂടെയാണ് വിശ്വാസം കൈമാറാൻ കഴിയുക. ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് വിശ്വാസം കൈമാറാൻ കഴിയുക. ഇപ്പൊ ആചാരങ്ങളൊക്കെ തോന്നിയ പോലെ ചെയ്യുകയാണ്. വിശുദ്ധ കുർബാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ചെയ്യാൻ അച്ഛന്മാർക്ക് മടിയാണ്. കുടുംബത്തിലും പല ആചാരങ്ങളും മാറിപ്പോയി. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ പറയുകയാണെങ്കിൽ ഓശാന ശനിയാഴ്ച ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കൂടി വീട്ടിൽ വരുമ്പോൾ അപ്പനാണ് അന്ന് ഭക്ഷണം കൊടുക്കുന്നത്. അത് ഈ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ കുരിശൊക്കെ വെച്ചിട്ടാണ് കോഴിക്കോട്ട് ഉണ്ടാക്കുക. അത് ആ ഒരെണ്ണം അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് അപ്പനൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കുടുംബനാഥനായ അപ്പനാണ്, അന്ന് അമ്മയല്ല വിളമ്പുന്നത്, അപ്പനാണ് വിളമ്പുന്നത്. അപ്പം ഞങ്ങളെല്ലാം മുട്ടുകുത്തി കൈകൾ ഇങ്ങനെ പിടിച്ച് അങ്ങനെയാണ് ഇത് വാങ്ങിക്കുന്നത്. അതിന് അപ്പം അപ്പൻ്റെ കൈകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അപ്പൻ അതിൻ്റെ കഥയെല്ലാം പറയുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ ഈ ആചാരങ്ങൾ, അതുപോലെ പെസഹ ഭക്ഷിക്കുമ്പോഴും ഓരോ കാര്യത്തിനും. അപ്പോൾ കുടുംബങ്ങളിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഞാൻ അന്ന് ആവർത്തിക്കുകയാണ്, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മാത്രമേ വിശ്വാസം കൈമാറാൻ പറ്റൂ. അതങ്ങനെ കൈമാറുന്ന ആചാരങ്ങൾ നമുക്ക് വീണ്ടെടുക്കണം, അതിൻ്റെ ഭക്തി വീണ്ടെടുക്കണം, അതിൻ്റെ ദൈവശാസ്ത്രം വീണ്ടെടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് 2-3 പ്രാവശ്യം കേൾക്കണം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ഹീബ്രും ഗ്രീക്കും ഒക്കെ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഈ പെസഹ ആചരണം കുറെ കൂടി ശക്തമാകാനും നമ്മുടെ വിശ്വാസം കുറെ ആഴപ്പെടാനും മാത്രമല്ല നമ്മുടെ സമുദായ ബോധം, വിശ്വാസത്തിൽ ഉറച്ച സമുദായ ബോധം വളരെ ശക്തിയായിട്ട് ഉണ്ടാകേണ്ട ഒരു കാലയളവിലാണ്. കാരണം നമ്മുടെ പള്ളിപ്പറമ്പിൽ പോലും മറ്റ് മതസ്ഥർക്ക് വന്ന് ആക്രമിക്കാൻ ഒരു പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ വണ്ടി ഓടിച്ച് അച്ഛനെ ആക്രമിച്ചാൽ തിരിച്ച് ക്രിസ്ത്യാനികൾ ആക്രമിക്കും എന്നൊക്കെ പരീക്ഷിച്ച് നോക്കുന്ന ഒരു കാലയളവാണ്. അത്രയും ജാഗ്രത പാലിക്കേണ്ട ഒരു കാലയളവിലാണ്. ആ ജാഗ്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമുദായ ബോധം. അത് വിശ്വാസത്തിൽ ഉറച്ച സമുദായ ബോധം. നമ്മൾ പ്രതികരിക്കാത്തതിന് കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ആളുകളാണ്. ക്രിസ്തുവിൻ്റെ ആളുകൾ അക്രമത്തിന് പോകില്ല, അതുകൊണ്ട് നമ്മൾ അക്രമത്തിന് പോകാത്തത്. ഈ ആക്രമിക്കാൻ വരുന്നവർ അവരുടെ ജനനം തന്നെ അക്രമത്തിലാണ്. ഈ തന്തയുടെ സ്വഭാവം മക്കൾക്ക് കിട്ടുമെന്ന് പറയില്ലോ. അക്രമത്തിലും യുദ്ധത്തിലും ജനിച്ച ഒരു സമുദായമാണ് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആൾരൂപമായ ക്രിസ്തുവിന്റെ, ക്ഷമയുടെ ആൾരൂപമായ ക്രിസ്തുവിന്റെ, സഹനത്തിന്റെ ആൾരൂപമായ ക്രിസ്തുവിന്റെ, അഹിംസയുടെ ആൾരൂപമായ ക്രിസ്തുവിന്റെ ആളുകളെ ആക്രമിക്കാൻ വരുന്നത്. നമ്മളൊന്ന് പരീക്ഷിക്കുക, നമ്മൾ ക്രിസ്തുവിന്റെ ആളുകളാണോ അല്ലയോ, ക്രിസ്തുവിനെ പോലെയാണോ നമ്മൾ പ്രതികരിക്കുക എന്നൊക്കെ. നമുക്ക് അഭിമാനിക്കാം, നമ്മൾ അക്രമത്തിനും പോകുന്നവരല്ല, അഹിംസയിൽ ഉറച്ചവരാണ്. കാരണം നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വന്നവരാ. അഹിംസയുടെ ഏറ്റവും വലിയ പ്രവാചകനായ ക്രിസ്തുവിൽ നിന്ന് വന്നവരാ, കർത്താവിൽ നിന്ന് വന്നവരാ നമ്മൾ. അവര് ഈ നമ്മൾ ആക്രമിക്കാൻ വരുന്നവര് അവരുടെ അപ്പന്റെ സ്വഭാവം കാണിക്കും. കാരണം അക്രമത്തിലും യുദ്ധത്തിലുമാണ് അവർ ജനിച്ചത്. അവർ അത് കാണിക്കും. നമുക്ക് അവരുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാം. സവിശേഷമായി കർത്താവിന്റെ ഈ പീഡാനുഭവത്തോട് ചേർന്ന് നമ്മൾ ഈ പെസഹാപ്പം ഭക്ഷിക്കുന്ന, ഇന്ദ്രിയപ്പം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ആക്രമിക്കാൻ വരുന്നവർക്കൊക്കെ
മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി ഈ കുരിശ് അവരെ രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇൻട്രി അപ്പം നമുക്ക് ആസ്വദിക്കാം.